സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ സന്ദേശം? സമൂഹം മദ്യവും മയക്കുമരുന്നൊക്കെ തന്നെയാണ് ഏറ്റവും സമൂഹത്തിന് വിപത്തായിട്ട് ഇരിക്കുന്നത്. അത് നിയന്ത്രിച്ച് വന്നാൽ കുറേയൊക്കെ സമൂഹത്തിന് നല്ലതാണ്. അത് തന്നെ പറയാനുള്ളൂ. മയക്കുമരുന്ന് നിരോധിക്കുക. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അവരാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് മദ്യം നിരോധിക്കുക. പെൺപിള്ളേരെ ആരും ചെക്ക് ചെയ്യുന്നില്ല. ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ വളർന്നു വരാനുണ്ടായ കാരണം. കൂടുതൽ ശ്രദ്ധിക്കുക. മദ്യം മയക്കുമരുന്നും മദ്യവും കൂടി ഉപേക്ഷിച്ചാൽ നല്ലതായിരിക്കും. അതാണ് 24 കൊടുക്കാനുള്ള. ചാരായം കാനഡയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് മദ്യം നിരോധിക്കാൻ പാടില്ല? നമ്മൾ ഈ പെൺപിള്ളേര് ഭയങ്കരതാണ്, നമ്മൾ അറിയാത്ത ഓരോ ഇതാണത് പെൺപിള്ളേരുടെ കാര്യം. നമ്മൾ ആയിരക്കണക്കിന് ലേഡീസ് ഹോസ്റ്റലാണ്, അവിടെയൊക്കെ ഒന്ന് ചെന്ന് കാണണം. ലേഡീസ് ഹോസ്റ്റലാണ്. 10-11 മണിക്ക് റോഡ് കൂടെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡിലൂടെ നമ്മൾ കറങ്ങി നടക്കണം. അപ്പം അറിയാം ഓരോ കാര്യങ്ങൾ. ഹോസ്റ്റലിലും ഇത് വ്യാപകമായ ലേഡീസ് ഹോസ്റ്റലിൽ കൂടിയാണ് ഇത്. സ്കൂളുകളും ലേഡീസ് ഹോസ്റ്റലും കോളേജുകളിൽ കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ. ലേഡീസ് ഹോസ്റ്റലിൽ ഓരോ പള്ളിക്കാരുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ സംഘടനകളൊക്കെ കീഴിലായിരുന്നു. അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ കട തുറന്ന് വെച്ചിരിക്കുന്ന മാതിരി ഒരു കച്ചവടം മാതിരിയാണ് ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലുകളൊക്കെ. ലേഡീസ് ഹോസ്റ്റൽ മാത്രം കുറ്റം പറയല്ല. അവിടെ നിന്ന് നമ്മുടെ പാവപ്പെട്ട ഓരോ വീട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെയൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ വരുന്നത്. അവർക്ക് വളരെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ. പല നിയമം സ്ട്രിക്റ്റ് ആക്കുക. അതെ.